ഹലോ അസ്സലാമു അലൈക്കും. ഇതെൻ്റെ ആദ്യത്തെ ഒരു സ്റ്റഡി വ്ളോഗാണ്. ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട്, ഒരുപാടല്ല, ഒരു 4 വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇതിലൊന്നും സ്റ്റഡി വ്ളോഗായിട്ട് അങ്ങനെ എടുത്തിട്ടില്ല. ഇതിപ്പോൾ ഞാനിപ്പോൾ ഒരു കോച്ചിങ്ങിന് ചേർന്ന കാരണം എനിക്ക് മറ്റ് വീഡിയോസൊന്നും എടുക്കാൻ ടൈമില്ല. അപ്പോൾ അത് ഒരുപാട് ദിവസത്തെ കാര്യങ്ങളൊക്കെ കൂട്ടിച്ചേർത്തൊരു വീഡിയോ ഉണ്ടാക്കാൻ ഇപ്പോൾ സാധിക്കുള്ളൂ. അപ്പോൾ ഇതെൻ്റെ ഇപ്പോൾ റമദാനായ മുതൽക്കും രാത്രിക്ക് അധികം പഠിക്കാനുള്ള ടൈം കിട്ടലില്ല. പിന്നെ അത്താഴത്തിന് എണീറ്റിട്ടുള്ള ശേഷമാണ് പിന്നെ ബാക്കിയുള്ള പഠനങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ വ്ളോഗാണ്. അപ്പോൾ അത്താഴത്തിന് എണീറ്റ് കഴിഞ്ഞ് നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഒരു 6 o'clock ആയിട്ടുണ്ട്. അപ്പോൾ ഇതിന് മുന്നേ കണ്ടിരുന്ന വീഡിയോസിൻ്റെ ബാക്കി കുറച്ച് ഭാഗങ്ങൾ കണ്ട് അതൊരു കാദിബോർഡ് LDCൻ്റെയാണ്. അതിൻ്റെ മെഗാ റിവിഷൻ ഉണ്ടായിരുന്നു സൈലത്തിൻ്റെ. അതിന് മുന്നേ കാണൽ തുടങ്ങിയതാണ്. ഇത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ സൈലത്തിൽ കയറിയ മുതൽക്കും യൂട്യൂബിൽ വീഡിയോസ് കാണാനുള്ള ടൈം ഇപ്പോൾ ഇല്ല. അല്ലാത്ത അവിടുത്തെ ക്ലാസ് 5 മണിക്കൂർ അവിടുത്തെ ക്ലാസ്, അത് കഴിഞ്ഞ് അവിടെ വന്നാൽ പിന്നെ അടുത്ത എക്സാമിനുള്ള ക്ലാസ്സുകൾ റാങ്ക് ഫയൽ നോക്കി പഠിക്കാം. അങ്ങനെ അപ്പോൾ ഒരുപാട് അങ്ങനെ യൂട്യൂബ് വീഡിയോസൊന്നും കാണാൻ ടൈം ഉണ്ടാവില്ല. ഒരു ശനി ഞായർ മാത്രമേ ഇപ്പോൾ ഒഴിവുള്ളൂ. അതിൻ്റെ ഇടയിൽ ആഴ്ചയിൽ 3 ക്ലാസ്സാണുള്ളത്. അതിൽ ശനി ഞായറും തുടർച്ചയായിട്ട് 2 ദിവസം അടുപ്പിച്ച് ക്ലാസ്സില്ല. അപ്പോൾ ആ ടൈമിലാണ് ഇങ്ങനത്തെ ഓരോ വീഡിയോസും കാര്യങ്ങളൊക്കെ എനിക്ക് കാണാനുള്ള ടൈമുള്ളൂ. അപ്പോൾ അതിൻ്റെ തലേ ദിവസമാണ് കേട്ടോ. അപ്പോൾ അതിന്ന് കുറച്ച് CA കറണ്ട് അഫെയറൊക്കെ എടുത്ത് എഴുതിയെടുക്കണ്. ഒരു 6 o'clock തുടങ്ങിയത്, ഒരു 7 o'clock വരെ കുറച്ച് കറണ്ട് അഫെയർ മാത്രം. അത് മെഗാ റിവിഷനാണ്. അപ്പോൾ അതിൽ മറ്റേതൊന്നും എഴുതിയെടുക്കേണ്ട ആവശ്യമില്ല. കറണ്ട് അഫെയർ എന്തായാലും എഴുതിയെടുക്കാതെ അല്ലാതെ നടക്കില്ല. അപ്പം അത് കുറച്ച് എഴുതിയെടുക്കണം. കറണ്ട് അഫെയറിനായിട്ടൊരു നോട്ട് വെക്കുന്നത് നല്ലതാണ്. എനിക്കത് ആദ്യമൊന്നും ഇതിനൊന്നും പ്രത്യേക നോട്ടൊന്നും ഉണ്ടായിരുന്നില്ല. വെറുതെ യൂട്യൂബ് ചാനൽ കാണും, അതങ്ങനെ പിന്നെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കും. പിന്നെ കറണ്ട് അഫെയർ പറഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ടാണ്. പേരുകളൊക്കെ മനസ്സിൽ അങ്ങനെ ഉറപ്പിച്ച് നിർത്തണമെങ്കിൽ നമുക്ക് ഒരു നോട്ടും വേണം, റിവിഷനും അത്യാവശ്യമാണ്. അപ്പോൾ അതിനായിട്ടൊരു നോട്ട്, പ്രത്യേകമായിട്ട് നോട്ട് ഉണ്ടായിരുന്നു. അതാണിത്. ഇപ്പോൾ അവിടെ പിന്നെ കോച്ചിങ്ങിന് ചേർന്ന മുതൽക്കും CAക്ക് നോട്ടില്ല. അവരൊരു ബുക്ക്ലെറ്റായിട്ട് നമുക്ക് തന്നേക്കണം. അത് ഞാൻ ഇനി ഒരു വീഡിയോ ചെയ്യേണ്ടത്. കുറച്ച് ബുക്ക്ലെറ്റ് ഉണ്ട്, 4 ബുക്ക്ലെറ്റ് നമ്മൾ ചേരുമ്പോൾ നമുക്ക് തരുന്നുണ്ട്. അതിൻ്റെ വീഡിയോസ് ഞാൻ ചെയ്യാം. അപ്പോൾ 7 o'clock വരെ കഴിഞ്ഞ് പിന്നെ ചെറിയ മോൾക്ക് നോമ്പില്ല. അപ്പോൾ പിന്നെ LKGയിൽ പഠിക്കണ മോളാണ്. അപ്പോൾ അവൾക്ക് എന്തായാലും ഒരു ദോശ മാത്രമേ പറ്റുള്ളൂ. വേറെ പത്തിരിയോ ഒന്നും ഉണ്ടാക്കിയാലൊന്നും തലേന്നത്തെ ബാക്കിയിട്ടൊന്നും അത് പറ്റില്ല. അപ്പോൾ അവൾക്ക് ദോശ എന്തായാലും നിർബന്ധമാണ്. അപ്പോൾ ഞാൻ പോണതിന് മുന്നേ അതൊന്ന് ശരിയാക്കി എടുക്കണം. ഒരു 2-3 ദോശ ചുട്ടെടുത്ത് വെക്കണം. അതൊന്ന് കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ള പണി. ഇതിന് വൈകുന്നേരത്തിന് കറി വെക്കാനുള്ളതൊക്കെ ഞാൻ വന്നിട്ട് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ വെള്ളത്തിലിട്ട് പോവും. ഇനി അടുത്ത ചിക്കനുണ്ട്, അതും വന്നിട്ട് ക്ലാസ് കഴിഞ്ഞ് വന്നിട്ടുള്ളൂ നടക്കുക. ഇതിൻ്റെ അടിയിൽ നിന്ന് ഉണ്ടാക്കും. അതിൻ്റെ ഇടന്ന് വന്നിട്ട് ഉണ്ടാക്കി വെക്കും. അത് കഴിഞ്ഞ് ഇനി അടിച്ചു വാരി തുടക്കാനുള്ള ടൈം ഉണ്ടാവില്ല. അപ്പോൾ അടുക്കള മാത്രമേ തുടക്കാറുള്ളൂ. അപ്പോൾ ക്ലാസ്സിന് പോയതോടെ തീരെ ടൈം ഉണ്ടാവില്ല. എന്നാൽ തന്നെ മക്കളെ കാര്യങ്ങളൊന്നും ഞാൻ അതിൽ കാണിക്കുന്നില്ല. അതിനുള്ള അതും കൊണ്ട് വീഡിയോ എടുത്ത് വെക്കാനുള്ള ടൈം ഉണ്ടാവില്ല. കാരണം രാവിലെ പറഞ്ഞൊരു ഇപ്പം റമദാനായതുകൊണ്ട് 9:30 ക്ലാസ് തുടങ്ങും. എനിക്കിവിടെ അങ്ങാടിപ്പുറത്തായതുകൊണ്ട് ഒരു 10-15 മിനിറ്റിൻ്റെ ഉള്ളിൽ ഞാൻ പോകും. അപ്പോൾ വേഗത്തിലെത്താം. പെരിന്തൽമണ്ണ തന്നെയാണ്, അല്ലാതെ ടൗണൊക്കെ അങ്ങോട്ട് ഉള്ളിലോട്ട് അങ്ങനെ പോകും വേണ്ട. അപ്പോൾ ഒരു 15 മിനിറ്റ് കൊണ്ട് പോയി എത്തും. പ്രൊജക്ടറൊക്കെ വെച്ചിട്ടാണ് ഉച്ചവരെ ഒരു സബ്ജക്റ്റ്, ഉച്ചയ്ക്ക് ശേഷം വേറെ സബ്ജക്റ്റുകൾ. ഇത് ഏതോ ദിവസത്തെ അങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റില്ല. ഒരു സമയത്ത് ക്ലാസ് അങ്ങനെ